നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ 888 പോർട്ടലിനെ കുറിച്ചാണ്. ഓക്കെ, നാളത്തെ ദിവസം 888 നമ്പറാണ്, അതായത് 8 ഓഗസ്റ്റ് 2024 എന്ന് പറയുമ്പോൾ അതും ടോട്ടൽ നമ്മൾ 2024, അപ്പോൾ 8 എന്ന് ടോട്ടൽ വരും. അപ്പോൾ അത് കാരണമാണ് അതിനെ 888 പോർട്ടൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ഓക്കെ, ഈ 8ന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ 8 നമ്പർ നമ്മൾ ഒരു അബണ്ടൻസിന്റെ നമ്പറാണ് പറയാം. ഓക്കെ, വളരെ ലക്കി ആയിട്ടൊരു നമ്പർ, നമ്മൾ അബണ്ടൻസ് നമ്പർ, ഫോർച്യൂണിന് വേണ്ടിയിട്ട്, സ്പെഷ്യലി മണി, ഫോർച്യൂൺ, അതുമായിട്ട് റിലേറ്റഡ് ആണ് 8 എന്നുള്ള നമ്പർ നമ്മൾ എടുക്കാറ്. ഇൻഫിനിറ്റി എന്നുള്ള ഒരു സിമ്പിൾ കൂടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇങ്ങനെ ഒരു സൈൻ. ഓക്കെ, ഞാനത് ഇവിടെ ഇടാൻ പോകുന്നുണ്ട്, കാണിച്ചു തരാം സമയത്ത്. ഓക്കെ, ഇൻഫിനിറ്റി സിമ്പിൾ കൂടിയാണ്. സോ അതിൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ, അതായത് ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ അത് കുറച്ച് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കും എന്നാണ് പറയാം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന രീതിയിൽ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റേഷൻ്റെ പ്രത്യേകത അതാണ്. ഓക്കെ, ഒന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നടക്കാനുള്ള ഒരു സമയമാണ്. നല്ലൊരു ആക്ച്വലി ഈ ഒരു 888 മാത്രമല്ല കേട്ടോ, പോർട്ടൽ ഇതിപ്പോൾ നമ്മൾ എല്ലാ ജനുവരി തൊട്ട് 111, 222, 333 എല്ലാ മാസവും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 8 എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ സ്പെഷ്യലി മണിയുടെ കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് മണി, കരിയർ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നല്ലതാണ്. അത് ലാസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറയും. ഓക്കെ, അതും പെട്ടെന്ന് ഓക്കെ നിങ്ങൾ ചെയ്ത ശേഷം ഇന്നിപ്പോൾ ചെയ്തു മാനിഫെസ്റ്റേഷൻ നാളേക്ക് നടന്നോ കാര്യം എന്ന് ചോദിക്കരുത് ഒരിക്കലും. ഓക്കെ, എല്ലാം നടക്കുന്നത്, എല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു സമയം ഉണ്ടാവും. നിങ്ങൾ ഏത് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് വേണമെങ്കിലും എന്ന് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. അത് പക്ഷേ എത്ര ദിവസം നിങ്ങൾ ചെയ്യണം, അത് ഓരോ ടെക്നീക്കിന് ഓരോ ടെക്നീക്ക്, ഓരോ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ആ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു പോയി. ഓക്കെ, അതിൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്നുള്ളത് നമ്മൾ യൂണിവേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് മാത്രം ഈ ഒരു സമയത്ത്. ഓക്കെ, ഈ ഒരു സമയത്ത് ചെയ്യുന്ന മാനിഫെസ്റ്റേഷന് വളരെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് പറയും. അതായത് നടക്കാൻ സാധ്യത കൂടുതലാണ് എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ 8ന്റെ നമ്പർ അഗൈൻ ഇത് 888 ആണ്. സോ 888 ആണ്. അപ്പോൾ ഇതിന് ട്രിപ്പിൾ ഫോർച്യൂൺ എന്ന് പറയും, ട്രിപ്പിൾ ഫോർച്യൂൺ നമ്പർ എന്ന രീതിയിൽ പറയാം. ഓക്കെ, അത് പവർ, അബണ്ടൻസ്, ലക്ക്, നല്ല ഗുഡ് ഫോർച്യൂൺ, അതായത് ഒരു നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല ഭാഗ്യമായിട്ട് ഒക്കെ കിട്ടാനുള്ള ഒരു നമ്പറാണ്. അങ്ങനെ അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പറാണ്. സോ അതുകൊണ്ട് വളരെ നല്ലൊരു പവർഫുൾ നമ്പറാണ് എന്ന് പറയാം. ഓക്കെ, സോ 8ന്റെ പവർ അതാണ്. എനിക്ക് അതിൻ്റെ വേറെ പിന്നിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, ലൈക്ക് എന്തുകൊണ്ടാണ് ഈ 888 പോർട്ടൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതൊക്കെ. ഓക്കെ, സൺ ആൻഡ് സീരിയസ് ആൻഡ് സംതിങ് ഇങ്ങനെ മൂണൊക്കെ കൂടി അലൈൻ ചെയ്ത് വരും എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. അത് പോട്ടെ, നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം, ഇന്നത്തെ മീൻസ് നാളേക്ക്, ഞാനിപ്പോൾ ഇന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്, 7th ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചാൽ നാളെ നിങ്ങൾ ഫുൾ ഡേ നിങ്ങൾ സമയമെടുത്ത് നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടി റെഡിയാക്കുകയാണ് ഞാൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നാളേക്ക് നിങ്ങൾ ചെയ്യാനുള്ളത്, ഓക്കെ, മെയിൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറേ മെത്തേഡ്സ് ഉണ്ട്, ഇഷ്ടംപോലെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉണ്ട്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ബട്ട് ഞാൻ ജസ്റ്റ് ഓരോ 2-3 നോക്കി വെച്ചു. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടതൊന്നുമല്ല, എനിക്ക് കണ്ടപ്പോൾ തോന്നി, ചിലത് ഞാൻ ചെയ്തിട്ടുണ്ട് മുൻപ്. സോ അങ്ങനെ 1-2 മെത്തേഡ് ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അത് 888 പോർട്ടലിലായിരുന്നില്ല, 88 ഓഗസ്റ്റ് 8 എന്തായാലും വരുമല്ലോ. അതിൻ്റെ കൂടെ ഇതിപ്പോൾ പക്ഷെ ഒരു അഡീഷണൽ 8 കൂടി വന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ 2-3 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് പറയാം. ഓക്കെ, മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പക്ഷേ ആദ്യം തന്നെ നിങ്ങൾ മൈൻഡ് വളരെയധികം പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ശാന്തമായിരിക്കണം. നിങ്ങൾ ആഗ്രഹം, നിങ്ങൾ എന്താ വേണ്ടതെന്ന് വളരെ ക്ലാരിറ്റിയോടെ നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തിനാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ആലോചിച്ച് ചിന്തിക്കുക. ഓക്കെ, ആദ്യം തന്നെ ആ തീരുമാനം നിങ്ങൾ എടുക്കുക, എന്താണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത് ആണോ, മണി കുറച്ച് കിട്ടാനുണ്ടോ, പൈസ വേണോ, അങ്ങനെ എന്തിനാണ് നിങ്ങൾ ഈവൻ റിലേഷൻഷിപ്സിനൊക്കെ ചെയ്യാം കേട്ടോ. ഈ സമയത്ത് പാടില്ല എന്നൊന്നുമില്ല, അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. റിലേഷൻഷിപ്സ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടി നല്ല ബന്ധങ്ങൾ വേണം, അങ്ങനെയുള്ള അതിപ്പോൾ ആരായിട്ടായാലും ശരി, നിങ്ങളുടെ വീട്ടിലെ ഫാമിലി ആയിട്ടും റിലേഷൻഷിപ്സിൽ സ്നേഹം, ബന്ധങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലും നിങ്ങൾക്ക് റിലേഷൻഷിപ്സ് ബെറ്റർ ആവാൻ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എന്താഗ്രഹവും നിങ്ങൾക്കിന്ന് മാനിഫെസ്റ്റ് ചെയ്യാം. എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, ഒന്ന് വേണമെന്നില്ല, എത്ര എണ്ണം വേണമെങ്കിലും. ബട്ട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫോക്കസ് ഏതിലേക്കാണോ പോവുക അതായിരിക്കും ആദ്യം നടക്കാനുള്ള ചാൻസ്. ഓക്കെ, മറ്റേത് ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ കുറേ സമയമെടുക്കും, അല്ലെങ്കിൽ ചിലത് നടക്കില്ല എന്ന് വരും. കാരണം നിങ്ങൾ ഏതിലേക്കാണോ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മൈൻഡ് ഫോക്കസ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള എന്താണോ അതായിരിക്കും നടക്കുക. അപ്പോൾ ഒന്നിൽ കൂടുതലാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ആൻസർ പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ഒന്ന്
ഒന്നിൽ നിർത്താൻ ശ്രമിക്കുക. ഓക്കെ, അല്ല നിങ്ങൾക്കിപ്പോൾ 2-3 വേണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ, ആഗ്രഹം അത്രത്തോളം ഉണ്ടെങ്കിൽ മാക്സിമം 2-3 നിർത്താൻ ശ്രമിക്കാം. ഓക്കെ, കൂടുതൽ എണ്ണം ചെയ്യാതിരിക്കാം. എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ഒന്നിലേക്ക് ഫോക്കസ്, നമ്മുടെ ഏതിലേക്കാണോ പോകുന്നത് അതായിരിക്കും ആദ്യം നടക്കാനുള്ള സാധ്യത. ആൻഡ് വളരെ 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 വിശ്വാസത്തോടെ ചെയ്യണം, ട്രസ്റ്റോടെ ചെയ്യണം, യൂണിവേഴ്സിൽ ട്രസ്റ്റോടെ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു വിശ്വാസം വേണം, ഇത് നടക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കയറി വരരുത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ എപ്പോഴും. നിങ്ങൾക്ക് സെൽഫ് ലവ് വേണം, സെൽഫ് വർത്ത് നിങ്ങൾ മനസ്സിലാക്കണം. അവനവനെ നിങ്ങൾക്കൊരു വിശ്വാസം വേണം. ഓക്കെ, അവനവനെ നിങ്ങൾക്കത് കിട്ടാൻ അർഹതയുണ്ട് എന്നുള്ളൊരു വിശ്വാസം വേണം. അങ്ങനെ മാനിഫെസ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ വെറുതെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നടക്കാൻ സാധ്യത, അതാണ് ബുദ്ധിമുട്ട്. ഓക്കെ, നിങ്ങൾ മൈൻഡ് പക്ഷേ എത്രത്തോളം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നു അത് വളരെ മാറ്ററാണ് ഇവിടെ. ഓക്കെ, സോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 888 പോർട്ടൽ മെത്തേഡ്സ് ചെയ്യാൻ പറയാം. അപ്പോൾ ഏറ്റവും സിമ്പിൾ മെത്തേഡ് അതിവിടെ ഞാൻ എഴുതി കാണിക്കുന്നില്ല. ഓക്കെ, നിങ്ങളൊരു ബുക്ക് എടുക്കാം. ഓക്കെ, ഒരു ബുക്ക് എടുത്തിട്ട് ബുക്കോ പേപ്പറോ എടുക്കാം, നിങ്ങൾക്ക് ആഗ്രഹമുള്ള പോലെ ബുക്കോ പേപ്പറോ എടുത്തിട്ട്, പെൻ എന്ത് കളറും ആവാം. ഓക്കെ, ബ്ലാക്ക് യൂസ് ചെയ്യേണ്ടെന്ന് ചിലവർ പറയും. ഓക്കെ, ബട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വേറെ ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, വിട്ടേക്കൂ. ഓക്കെ, ബ്ലൂ, റെഡ് എന്തും ആവാം. നിങ്ങൾക്ക് ഏത് കളറും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു 8 തവണ നിങ്ങൾക്ക് 8 വിഷ് ആദ്യം എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാം. ആക്ച്വലി പേപ്പർ എൻ്റെ ഇല്ല, നോക്കട്ടെ. ഓക്കെ, സോറി, എൻ്റെ പേപ്പർ ഇല്ല. ഓക്കെ, ഒരു 8 ആഗ്രഹം നിങ്ങളൊരു പേപ്പറിൽ എഴുതാമെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങളൊരു 8 ആഗ്രഹം നിങ്ങളുടെ എഴുതാം. ഓക്കെ, ഞാനിത് വേറെ എന്തൊക്കെയോ എഴുതിയതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ആദ്യം മേലെ എഴുതാം എന്താണ് പ്രാർത്ഥിക്കാം. നമ്മൾ യൂണിവേഴ്സിനോട് നമ്മൾ പ്രാർത്ഥിക്കാം. യൂണിവേഴ്സിനോട് എന്താ ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ, എനിക്കിതൊക്കെ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യും ഓൾറെഡി. ഓക്കെ, നിങ്ങളെല്ലാം ഓൾറെഡി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസേഷൻ കൊണ്ടുവരാം. ഓക്കെ, മേലെ നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് ഇട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു 8 എണ്ണം നിങ്ങൾ താഴെ എഴുതാം. ഓക്കെ, ഒരു പേപ്പർ എടുക്കാം. ആക്ച്വലി പേപ്പർ എടുക്കാം നല്ലത്. ഓക്കെ, പേപ്പർ എടുത്തിട്ട് നിങ്ങളതിൽ 8 ആഗ്രഹങ്ങൾ എഴുതിയിട്ട് ഇതിനെ കീറിയെടുക്കണം കേട്ടോ. ഓക്കെ, ഞാൻ കീറിയെടുത്തിട്ട് പേപ്പറിനെ നിങ്ങൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അതായത് ടുവേർഡ്സ് യു എന്നാണ് പറയാം. ഓക്കെ, നമ്മളെ നോക്കി മടക്കണം. ഓക്കെ, കാരണം നമ്മൾ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ എപ്പോഴും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും റിലീസ് ചെയ്ത് കളയുന്ന സമയത്ത് പേപ്പറിനെ ഇങ്ങനെ മടക്കണം. ഓക്കെ, ഇങ്ങനെ മടക്കി നിങ്ങളിൽ നിന്ന് അങ്ങോട്ട് മടക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇനിയും വരണം, നമുക്കിത് വരണം നമ്മളിലേക്ക് എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പേപ്പറിനെ നമ്മൾ ഇങ്ങനെ മടക്കാം. ഓക്കെ, കംഫർട്ടബിളായിട്ട് ഇങ്ങനെ മടക്കി നമ്മുടെ ഭാഗത്തേക്ക് മടക്കാം. ആൻഡ് നിങ്ങൾക്ക് എത്ര ചെറുതാക്കണോ അത്ര ചെറുതാക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ പില്ലോൻ്റെ അടിയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം അതിനെ. ഓക്കെ, ഈ വിഷസ് എഴുതിയിട്ട് നിങ്ങൾ പില്ലോന് ആക്ച്വലി അതിനെ വായിക്കാം. എഴുതിയിട്ട് 8 ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതാം. അതിൽ എന്നിട്ട് വായിക്കുക. അതിനെ കുറേ തവണ വായിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഓൾറെഡി എനിക്ക് ഓൾറെഡി കിട്ടി എന്ന രീതിയിൽ ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് താങ്ക്സ് പറഞ്ഞ് നിങ്ങളിലേക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ മനസ്സിൽ കണക്കാക്കി പേപ്പറിനെ ഇങ്ങനെ മടക്കി നിങ്ങളുടെ പില്ലോൻ്റെ അടിയിൽ വെക്കാം. ഓക്കെ, നാളെ രാത്രി 8th രാത്രി നിങ്ങളുടെ പില്ലോൻ്റെ അടിയിൽ വെച്ച് കിടന്നുറങ്ങി 9th അതെടുത്ത് നിങ്ങൾക്ക് കത്തിച്ച് കളയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ അടിയിൽ കുഴിച്ചിടാം. ആക്ച്വലി അതാണ് നല്ലത്. ഓക്കെ, കത്തിക്കേണ്ട, നിങ്ങൾ ചെടിയുടെ അടിയിൽ കുഴിച്ചിട്ടോളൂ. അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ അതിനെ ഒഴുക്കി കളയാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, വേറെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, സോറി, ഞാനത് ആദ്യം തന്നെ പറയാൻ വന്നതാണ്. പറ്റിയാൽ മാക്സിമം നിങ്ങൾ നാളത്തെ ദിവസം, ഞാൻ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇതിടുന്നത്. ഓക്കെ, 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ പോർട്ടൽ നാളെ ഓപ്പൺ ആവുകയാണ്. എന്ന് വെച്ചാൽ നാളെ തൊട്ട് തുടങ്ങുകയാണ്. 8th സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് സമയമുണ്ട്, ഡോണ്ട് വറി. ഓക്കെ, അതെവിടെ ഓടിപ്പോകാൻ പോകുന്നില്ല. 17th വരെയെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ അതിന്. 8 വരുന്ന 17th വരെയെങ്കിലും നിങ്ങൾക്ക് ഈ പോർട്ടൽ യൂസ് ചെയ്യാം. ഓക്കെ, ചിലർ 12th എന്ന് പറയുന്നുണ്ടായിരുന്നു. ബട്ട് എൻ്റെ കണക്കിൽ ഐ ഫീൽ 17th വരെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 17 എന്ന് പറയുമ്പോൾ 888 പോർട്ടലിൻ്റെ 888 അല്ലേ. അപ്പം നമ്മൾ 17th വരുമ്പോൾ എന്താവും? അഗെയിൻ ഇത് 8 ആവും അല്ലേ. സോ നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, 17th വരെ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് 17ാം തീയതി വരെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഈ ഒരു പോർട്ടലിൻ്റെ എനർജി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ വിഷമിക്കേണ്ട. ഇന്നത്തെ ഒരു ദിവസം തന്നെ നിങ്ങൾ അത് അപ്പോഴേക്കും ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പറ്റും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നോ പ്രോബ്ലം. ഓക്കെ, സോ 8th to 17th നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, ആൻഡ് സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ
ഏറ്റവും ബെസ്റ്റ് ടൈം 8 മണിയാണ്. 8 മണി രാവിലെ അല്ലെങ്കിൽ 8 മണി രാത്രി നല്ലതാണ്. ഓക്കെ, പറ്റിയാൽ അങ്ങനെ തന്നെ ചെയ്യാം. സാധിച്ചില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഇതൊന്നും അങ്ങനെ അന്ന് ആ സമയത്ത് ചെയ്താലേ നടക്കുള്ളൂ, പിന്നെ അല്ലെങ്കിൽ നടന്നേ അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. സോ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ബെസ്റ്റ് ടൈം അതാണ് എന്ന് മാത്രം. ഓക്കെ, നമ്മൾ പറയില്ല ഒരു മുഹൂർത്തം എന്ന് പറയാം. അല്ല, അത് ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ നോ പ്രോബ്ലം, പിന്നീട് ചെയ്യാം. ഓക്കെ, സോ ആൻഡ് ഈ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യാനിരിക്കുന്ന മുമ്പ് നിങ്ങൾ ആദ്യം നന്നായിട്ടൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഓക്കെ, ശാന്തമാവുക, വളരെ സമാധാനത്തോടെ ഇരിക്കുക. ഓക്കെ, വിഷിനെ നിങ്ങൾ നല്ലോണം ആലോചിക്കുക, അതിന് പലതവണ വായിച്ച് നിങ്ങൾ അതിനെ മനസ്സിലേക്ക് എടുക്കുക. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് പോസിറ്റീവ് മൈൻഡോടെ, ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് യെസ് ഐ എം അട്രാക്ടിങ് ഓൾ ദ പോസിറ്റീവ്സ് ഇൻ ദിസ് എന്താ പറയുക എനർജി എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാം എന്നിലേക്ക് വരുന്നു, എല്ലാം പോസിറ്റീവായിട്ട് ആ കാര്യങ്ങൾ എന്നിലേക്ക് വരുന്നു, എനിക്ക് നല്ലത് എന്താണോ അത് എന്നിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വീകരിക്കാൻ കൂടി മനസ്സിനെ റെഡിയാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ്. അത് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു. 8 വിഷ് നിങ്ങൾക്ക് എഴുതാം ഇന്നത്തെ ദിവസം. ഓക്കെ, 8 വിഷ് എഴുതിയിട്ട് അതിനെ മടക്കി നിങ്ങളുടെ പില്ലോൻ്റെ അടിയിൽ വെച്ച് നാളത്തെ ദിവസം നിങ്ങൾക്ക് അതിനെ പറ്റിയാൽ ചെടിയുടെ അടിയിൽ കുഴിച്ചിടാം. ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഏതെങ്കിലും ചെടിച്ചട്ടിയിലായാലും കുഴപ്പമില്ല, അതിൽ കുഴിച്ചിടാം. ചെറിയ പേപ്പർ മതി കേട്ടോ, ചെറിയ ഷീറ്റ് പേപ്പർ മതി, ഒരുപാട് വലുത് വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ 8 വിഷ് എഴുതാനുള്ള, പക്ഷെ അതിനെ കുറിച്ച് വലുത് ഇത്രയെങ്കിലും വേണ്ടി വരും അല്ലേ. ഓക്കെ, സോ അത് ചെയ്ത് നിങ്ങൾ ഒരു മെത്തേഡ് അതാണ്, 1 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും. ഓക്കെ, അഗെയിൻസ്റ്റ് ഒരു വിഷ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ആദ്യം തന്നെ മേലെ ഇൻഫിനിറ്റി സൈൻ വരയ്ക്കാം. ഓക്കെ, ഇൻഫിനിറ്റി സിമ്പിൾ വരയ്ക്കാം. ആൻഡ് 888 എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം, ചുറ്റും സൈഡിലൊക്കെ എഴുതാം. ഓക്കെ, നിങ്ങളുടെ ഒരാഗ്രഹം, ഒരു വിഷ്. ഓക്കെ, ഒരു വിഷ് നിങ്ങൾ എന്തെങ്കിലും ഒന്നെടുത്ത് നിങ്ങളിതിൻ്റെ എഴുതാം നടുവിൽ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ ഒരൊറ്റ വിഷ് എടുത്താൽ മതി. ഇതിൽ ഇപ്പോൾ ഐ ഹാവ് ഗോട്ട് പ്രൊമോഷൻ ഇൻ മൈ ജോബ്, അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് ദ ജോബ് ഐ വാണ്ട്, അങ്ങനെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം. എനിക്ക് വേണ്ട ഒരു ജോബ് കിട്ടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട പണം കിട്ടി, അല്ലെങ്കിൽ എനിക്ക് കരിയറിൽ പ്രൊമോഷൻ കിട്ടി, ഐ ഹാവ് റിസീവ്ഡ്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കരുത്, പ്രൊമോഷൻ. ഓക്കെ, എന്നെഴുതാം. താങ്ക് യു ഗോഡ് എന്നെഴുതാം ഇവിടെ. ഓക്കെ, ഞാനെപ്പോഴും ഇതെൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്, താങ്ക് യു ഗോഡ്. ഓക്കെ, എന്നിട്ട് അഗെയിൻ സെയിം തിങ്, ഈ ഒരു വിഷിന്, ഈ ഒരു പേപ്പറിനെ നിങ്ങളുടെ കൈയിൻ്റെ നടുവിൽ പിടിക്കാം. ഓക്കെ, ആക്ച്വലി കുറച്ച് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് 888 ഇവിടെ എഴുതാം, സൈഡിൽ എഴുതാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇതൊന്നും അങ്ങനെ ഫിക്സഡ് അല്ല. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മനസ്സ് പോലെയാണ്. നമുക്ക് എത്രത്തോളം നമ്മൾ മാനിഫെസ്റ്റേഷൻ ആ നമ്പറിനെ നമ്മൾ മാക്സിമം എഴുതാമെന്ന് മാത്രം. ഓക്കെ, എങ്ങനെ ഇതിനെ കയ്യിൽ പിടിക്കാം. ഓക്കെ, കയ്യിൽ പിടിച്ച് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ഓൾറെഡി നടക്കുന്നതായിട്ട് സങ്കല്പിച്ച് നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ കൊണ്ടുവന്ന് ഓക്കെ താങ്ക് യു പറയുക യൂണിവേഴ്സിനോട്. ആൻഡ് അഗെയിൻ സെയിം തിങ്, നിങ്ങൾ പേപ്പറിനെ ടുവേർഡ്സ് നിങ്ങളെ നോക്കി മടക്കാം. ഓക്കെ, നമ്മളെ നോക്കി മടക്കാം, തിരിച്ചിട്ടും അഗെയിൻ നമ്മളെ നോക്കി മടക്കാം. എൻ്റെ പേപ്പർ ഭയങ്കര തിക്കാണ്. ഓക്കെ, ഒരിക്കൽ കൂടി മടക്കാം, സെയിം തിങ്. ആൻഡ് ഇവിടെ അഗെയിൻ 888 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഇതിനെയും സെയിം തിങ് നിങ്ങൾക്ക് പില്ലോൻ്റെ അടിയിൽ വെക്കാം. ഓക്കെ, എല്ലാ മെത്തേഡും സെയിം തന്നെയാണ്. 8 വിഷ് നിങ്ങൾക്ക് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഒരു വിഷ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിനെ നിങ്ങൾ അഗെയിൻ പില്ലോൻ്റെ അടിയിൽ വെച്ച് സെയിം തിങ് നിങ്ങൾക്ക് നാളെ ഇതിനെ എടുത്ത് ചെടിയുടെ അടിയിലിടാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയണമെങ്കിൽ ഒഴുക്കി കളയാം. ഓക്കെ, ഇത് ഒരു വിഷയമായിട്ട് നിങ്ങൾ പക്ഷേ നാളെ രാത്രി മുഴുവൻ നിങ്ങൾ പില്ലോൻ്റെ അടിയിൽ വെക്കാം. ഓക്കെ, സോ ഇത് സെക്കൻഡ് മെത്തേഡ്. ഓക്കെ, ഇനി തേർഡ് മെത്തേഡ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ലേശം. ഓക്കെ, സെയിം തിങ് ആണ്. ഈ നമ്മൾ ഇൻഫിനിറ്റിയും 888ഉം കണക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഓക്കെ, 2-3 വിഷ് ഇവിടെയും എടുക്കാം. നിങ്ങൾക്ക് ഒരു വിഷ് ആവാം, 2-3 വിഷ് എടുക്കാൻ പറ്റി. ഞാൻ പറഞ്ഞത് ഓർക്കുക. ഓക്കെ, ഒന്നിലേക്ക് ചിലപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നടക്കുക ആദ്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആഗ്രഹിച്ചതെല്ലാം നടക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് മാത്രമായിട്ട് ഇതിന് റെഡ് വേണം. ഓക്കെ, പറയാൻ വിട്ട കാര്യം, ഇതിന് ബ്ലൂ പെൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന് ബ്ലൂ പെൻ യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്യാം. നമ്മൾ ആ 888 എഴുതിയ വിഷ് ചെയ്തത് ബ്ലൂ പെൻ യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ആൻഡ്
ഈ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നതിൽ റെഡ് പെൻ യൂസ് ചെയ്യാം. ഓക്കെ, റെഡ് പെൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓക്കെ, വലിയൊരു ഇൻഫിനിറ്റി സൈൻ വരയ്ക്കണം, കുറച്ച് വലുതായിരിക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു നമ്പർ ഞാൻ പറയാം. ആ നമ്പർ ഞാൻ സ്ക്രീനിൽ ഞാൻ ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, നിങ്ങൾ എഴുതിയെടുത്തോളൂ ആ നമ്പർ കോഡ്. ഇതൊരു ലൈറ്റ് കോഡ് എന്നാണ് ഇതിനെ പറയാം. 0010110. ഓക്കെ, ഇതൊരു ലൈറ്റ് കോഡ് എന്നാണ് പറയുക അതിനെ. ഇതൊരു യൂണിവേഴ്സൽ കോഡാണ്, ഞാൻ പറഞ്ഞുതരാം. 0 ഇവിടെ എഴുതാം, 0010110. ഓക്കെ, ഇതിപ്പോൾ ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു വിഷിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ നമ്പർ നിങ്ങൾ ഇത് കാണുന്ന ഞാൻ ടൈപ്പ് ചെയ്തിടാം, പേടിക്കണ്ട. ഓക്കെ, 0010110. ഓക്കെ, ഒരേ നമ്പറാണ് രണ്ട് ഭാഗത്ത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഫിനിറ്റി സിമ്പിൾ ഉണ്ടാക്കുക, അതിൻ്റെ ഉള്ളിൽ ഈ നമ്പേഴ്സ് എഴുതാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഐ ആം ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ഓക്കെ, ഞാൻ സന്തോഷമാണ്, ഞാൻ സന്തോഷവതിയാണ്. ഓക്കെ, എനിക്ക് ദൈവാനുഗ്രഹമുണ്ട് എന്ന് ഉള്ളൊരു ഇതെൻ്റെ വിഷ് എന്നല്ല, ഇതെൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട്, അതായത് ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും, ഞാൻ എപ്പോഴും ബ്ലെസ്ഡ് ആയിരിക്കും എന്നുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് എൻ്റെ. ഓക്കെ, ഇതുപോലെ ഇതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേറെ പേപ്പർ എടുക്കാം, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ. അല്ല, ഒരേ പേപ്പർ മതിയെങ്കിൽ ഒന്നിൽ തന്നെ ഇതേപോലെ വീണ്ടും നിങ്ങൾക്ക് ഒരു ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ ഒരു ഇൻഫിനിറ്റി സൈൻ കൂടി വരയ്ക്കാം. 0010110, 0010110. ഓക്കെ, ആൻഡ് ഇവിടെ കരിയറിൻ്റെ വേണമെങ്കിൽ എഴുതാം നിങ്ങൾക്ക്. ഐ ഗോട്ട് ദ ജോബ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐ ആം ലവ്ഡ് അൺകണ്ടീഷണലി. അതായത് നമുക്ക് ഒരു സ്നേഹം, മറ്റുള്ളവർ എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ആക്കാം. ഓക്കെ, അതേപോലെ വേണമെങ്കിൽ ഐ ഗോട്ട് ദ ജോബ് എന്ന് എഴുതാം, ഐ ഗോട്ട് കരിയർ ഗ്രോത്ത്, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനെ ആഗ്രഹങ്ങൾ ഇത് 2 3 എണ്ണം ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പറ്റുന്നത്ര എഴുതിക്കോളൂ, നിർബന്ധമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സോ ഇത് അഗെയിൻ സെയിം തിങ്, എല്ലാം മടക്കുമ്പോൾ എപ്പോഴും ടുവേർഡ്സ് അസ്. ഓക്കെ, കാരണം നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് ഒരിക്കൽ കൂടി ഞാൻ കാണിക്കണം. 0010110 ഇതാണ് കോഡ്. ഈ കോഡ് നിങ്ങൾക്ക് ആക്ച്വലി ഇത് കുറേ തവണ നിങ്ങൾക്ക് ഈ കോഡ്, ഓക്കെ, വേറൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറയുമ്പോൾ ഈ നമ്പർ നിങ്ങൾക്ക് ഒരു വിഷയം നിങ്ങൾ ആലോചിക്കാം മനസ്സിൽ. ഓക്കെ, ഞാനത് പിന്നീട് പറയാമെന്നല്ല. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് അഗെയിൻ സെയിം തിങ്, ഇതിനെ നിങ്ങൾ മടക്കാം. ഓക്കെ, 1 2 തവണ നിങ്ങൾക്ക് മടക്കാം ടുവേർഡ്സ് യു. ആൻഡ് സെയിം തിങ് ഇതിൻ്റെ മേലെയും നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ അഡീഷണൽ നമ്മൾ കുറച്ചുകൂടി മാനിഫെസ്റ്റേഷൻ്റെ 888 ഓക്കെ എന്ന് എഴുതാം. സെയിം തിങ് നിങ്ങൾക്ക് പില്ലോൻ്റെ അടിയിൽ വെക്കാം, അല്ലെങ്കിൽ ഇതിനെ സൂക്ഷിച്ചെടുത്ത് വെക്കാം. ഇത് കളയേണ്ടതല്ല, ഇത് നിങ്ങൾ സൂക്ഷിച്ച് എവിടെയെങ്കിലും മാറ്റി ഒളിപ്പിച്ച് വെക്കാം, ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്യുക മീൻസ് എവിടെയെങ്കിലും ആരും കാണാത്ത അവിടെ, അല്ലെങ്കിൽ നിങ്ങളും അതിനെടുത്ത് നോക്കാനൊന്നും പോകണ്ട, എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിച്ചെടുത്ത് വെക്കാം. നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് നിങ്ങളെടുത്ത് വെക്കാം. ഓക്കെ, അത് കുറച്ച് കാലം കഴിയുമ്പോൾ, മേ ബി 1 മാസം എപ്പോഴെങ്കിലും കഴിഞ്ഞ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെടുത്ത് ഒന്ന് വായിച്ച്, അതിന് ഏതെങ്കിലും ന്യൂ മൂൺ ഫുൾ മൂൺ സമയത്ത്, ആക്ച്വലി മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയം ഏതാണ്? ന്യൂ മൂൺ അല്ലെ, അമാവാസി സമയത്തെടുത്ത് നിങ്ങൾക്കതിനെ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ കത്തിച്ച് കളയാം, അല്ലെങ്കിൽ വെള്ളത്തിലൊഴിക്കാം, അല്ലെങ്കിൽ ചെടിയുടെ അടിയിൽ കുഴിച്ചിടാം. ഓക്കെ, ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് അമാവാസി സമയത്ത് എടുത്താൽ മതി. ഓക്കെ, ഈ പേപ്പറിനെ ഹൈഡ് ചെയ്ത് വെക്കുക അതുവരെ. ഓക്കെ, സോ ഇത് അങ്ങനെ 3 മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, വേറെയും എക്സ്ട്രാ ഞാൻ പറയാൻ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇതൊരു വീഡിയോ ലോങ് ആയിപ്പോന്ന് മാത്രം. ഓക്കെ, നമ്മൾ പറഞ്ഞ നമ്പർ എന്തായിരുന്നു? 0010110. ഓക്കെ, ഇതൊരു ലൈറ്റ് കോഡാണ്. ഓക്കെ, ഇതിനൊരു മീനിങ് ഉണ്ട് ആക്ച്വലി. ഇത് എന്താന്ന് പറഞ്ഞാൽ അപ്പ് ഇൻ മീ ഇറ്റ് വി യു വി. വിചിത്രമാണ്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പ് ഇൻ me, actually up in me it we you we എന്നൊരു മീനിങ് കൂടി ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പ് ഇൻ മീ ഇറ്റ് മീ യു വി. ഇതൊരു തരം ആക്ച്വലി ഒരു എന്താ പറയുക അതിനെ അറിയോ, അവേക്കനിങ് എന്നാണെന്ന് പറയാം. അതായത് നമ്മളും യൂണിവേഴ്സും ഒന്നാണ് എന്നുള്ളൊരു അലൈൻമെൻറ്റ് ഉണ്ടാക്കുന്ന പോലെയാണ്.
എനിക്കിതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഞാനിത് പല സ്ഥലത്ത് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നോക്കി, ബട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ തൽക്കാലം കിട്ടിയില്ല. ഓക്കെ, ഞാൻ കണ്ടത് പക്ഷേ ഞാൻ എടുത്തു വെച്ചു. അപ്പ് ഇൻ മീ ഇറ്റ് വി യു, ഇതൊന്നും നിങ്ങൾ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞിരുന്നു എന്ന് മാത്രം. നമ്മൾ യൂണിവേഴ്സുമായിട്ട് ഒരു അലൈൻമെൻറ്റ്, ഓക്കെ, ഒരു അവേക്കനിങ് എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് അവേക്കൻ ചെയ്ത്, അപ്പ് എന്ന് പറയുമ്പോൾ അവേക്കൻ അല്ലേ, നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് പോസിറ്റീവാക്കി ഒരു മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളും യൂണിവേഴ്സും തമ്മിൽ ഒരു അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു, നമ്മളിലേക്ക് എത്തുന്നു, ആ രീതിക്കൊക്കെ നിങ്ങൾക്കിതിനെ കണക്കാക്കാം. ഓക്കെ, അതാണ് ഈ ഒരു നമ്പർ. ആൻഡ് ഈ നമ്പർ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പേജ് മുഴുവൻ നിങ്ങൾക്ക് എത്ര എഴുതാൻ തോന്നുന്നു അത്രയും നിറച്ച് എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ആ മാനിഫെസ്റ്റേഷൻ എഴുതാം. ഈ നമ്പർ എഴുതാം. മാനിഫെസ്റ്റേഷൻ ഫുള്ളായിട്ട് എഴുതണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ നമ്പർ റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ, മാനിഫെസ്റ്റേഷൻ മനസ്സിൽ വെക്കുക, എന്താണ് ആഗ്രഹം, വിഷ് മനസ്സിൽ വെക്കുക, എന്നിട്ട് ഈ നമ്പർ. ഓക്കെ, സോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2-3 മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, നിങ്ങൾക്ക് 8 ആഗ്രഹങ്ങൾ എഴുതാം. ഓക്കെ, 8 വിഷസ് എഴുതിയിട്ട് ആ പേപ്പർ നിങ്ങൾക്ക് പില്ലോൻ്റെ അടിയിൽ വെക്കാം ഒരു ദിവസത്തേക്ക്. അഗെയിൻ സെയിം നെക്സ്റ്റ് തിങ്, നമ്മുടെ ഈ ഇൻഫിനിറ്റി വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതുന്നത്. ഓക്കെ, ഇത് പക്ഷേ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക എവിടെയെങ്കിലും. ഓക്കെ, പില്ലോൻ്റെ അടിയിൽ വെക്കല്ല, ഇത് വേറെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്തെടുത്ത് വെക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ വേറെ ജസ്റ്റ് ഒരു 1 വിഷ് എഴുതിയിട്ട് 888 എഴുതി നമ്മൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾ എഴുതിയിട്ട് അഗൈൻ കുഴിച്ചിടുക, പില്ലോൻ്റെ അടിയിൽ വെക്കുക രാത്രി, ആൻഡ് ദെൻ നെക്സ്റ്റ് ഡേ എടുത്ത് അതാക്കാം. ഓക്കെ, സോ 3 മെത്തേഡ് ഞാൻ പറഞ്ഞു. ആൻഡ് 4ാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞു, ആ നമ്പർ കോഡ് മാത്രം, ആ ലൈറ്റ് കോഡ് മാത്രം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുക പലതവണ. ഓക്കെ, ആ നമ്പർ നിങ്ങൾ മറക്കണ്ട, ഞാൻ ടൈപ്പ് ചെയ്തിടാം ഇവിടെ ഫുൾ ടൈം, അത് അവിടെ ഇട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, ഈ നമ്പർ എഴുതിയെടുത്ത് നിങ്ങൾ അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ ഏത് ഓക്കെ, വേറെ എന്താ ഞാൻ പറയാൻ വിട്ടത്? ഓക്കെ, ഞാൻ പറഞ്ഞു 17th വരെ നിങ്ങൾക്കിത് ചെയ്യാം. ഓക്കെ, നാളെ തൊട്ട് 8th തൊട്ട് 17th വരെ നിങ്ങൾക്കിത് ചെയ്യാം. മാനിഫെസ്റ്റേഷൻ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ടും ചെയ്യാം. ഓക്കെ, ഡെയിലി ചെയ്തുകൊണ്ടിരിക്കാം കുറച്ച് ദിവസം. ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് വേറെ നിങ്ങൾ 555 മെത്തേഡ് എഴുതുന്നു, 333 മെത്തേഡ് എഴുതുന്നു, വേറെ എന്ത് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും അത് ഈ 17th വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി, അല്ലെങ്കിൽ ആ 17th വരെ, ഇപ്പോൾ എത്ര ദിവസമാണ്, 7 ദിവസമോ 10 ദിവസമോ, നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് എഴുതിക്കൊണ്ടിരിക്കാം. ഡെയിലി നിങ്ങളുടെ ഒരു ആഗ്രഹം ഒരു 21 തവണ നിങ്ങൾക്ക് ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കാം. ഓക്കെ, 17th വരെ എഴുതാം. സോ പല മെത്തേഡാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എനിക്ക് പറയാൻ പറ്റിയത് 2-3 ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ എല്ലാവരും ഈ സമയങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് പക്ഷേ മൈൻഡ് പോസിറ്റീവ് ആക്കണം. ഓക്കെ, പോസിറ്റീവ് തോട്ട് കൊണ്ടുവരണം, പോസിറ്റീവായിട്ടിരിക്കണം. ഇതെല്ലാം നിങ്ങളിലേക്ക് വരും എന്ന നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾക്ക് വേണം. എന്നാൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ നടക്കുള്ളൂ. ഓക്കെ, അല്ലേ, അത് മാജിക് അല്ല. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ് മാജിക് കിടക്കുന്നത്. സോ എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഓക്കെ, ഇത് എന്നിപ്പോൾ ഞാൻ തന്നിട്ടുണ്ട്, നാളെ തൊട്ട് നിങ്ങൾക്കിത് കാണാം. ഞാൻ നാളേക്ക് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് മാത്രമേ ഞാൻ മിക്കവാറും ഇടുള്ളൂ ഒരു വീഡിയോ. കാരണം ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം, then അടുത്തത് റെഡിയാക്കണം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ കേട്ടോ. ഓക്കെ, ആൻഡ് ഹാപ്പി മാനിഫെസ്റ്റിംഗ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.